بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد സൂറത്ത് ത്വാഹ 134 135 അവസാനത്തെ രണ്ട് വചനങ്ങൾ. ഇവ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ തജ്വീദ് നിയമങ്ങൾ മനസ്സിലാക്കാം. ولو أنا أهلكناهم أن ഈ പദത്തിൽ നൂൻ മുഷദ്ദദയെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ ഗുന്നത്ത് നൽകണം. അന്ന ഇതിലുള്ള അലിഫിൻ്റെ ദീർഘമാകട്ടെ മദ് മുൻഫസിൽ ജായിസ് എന്നതാകുന്നു. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകണം. അഹ്ലക്നാഹും ഇതിൽ സുക്കൂനുള്ള രണ്ടക്ഷരങ്ങളാണ് ഹാവും ഖാഫും. ഇവ രണ്ടും മഹ്മൂസായ അക്ഷരങ്ങളാണ്. ഹംസ് എന്ന സിഫത്ത് ഇവക്ക് നൽകപ്പെടുന്നതാണ്. ഉച്ചാരണ സന്ദർഭത്തിൽ ഉണ്ടാകുന്ന ശ്വാസചലനമാണ് ഹംസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലക്നാഹും എന്ന് പറഞ്ഞാൽ കാഫിൻ്റെ ഉച്ചാരണം ശരിയാവുകയില്ല. അതിന് ഹംസ് എന്ന സിഫത്ത് ഇല്ലാതെ പോവുകയാണ്. അപ്പോൾ ലക്നാഹും എന്ന് വായിക്കേണ്ടതാണ്. വലൗ അന്നാ അഹ്ലക്നാഹും ബിഅദാബ്. അഹ്ലക്നാഹും ഇതിൻ്റെ അന്ത്യത്തിൽ വന്ന സാക്കിനത്തായ മീമിൻ്റെ നിയമം ഇഖ്ഫ ഷഫവി എന്നതാകുന്നു. ശേഷം ബ വന്നതുകൊണ്ട് ഇഖ്ഫ ഷഫവി നൽകി, അഥവാ മീമിനെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. അഹ്ലക്നാഹും ബിഅദാബ് ബിഅദാബിൻ മിൻ ഖബ്ലി. ബിഅദാബിൻ ഈ പദത്തിൽ ഐൻ ദാൽ ഇവയെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഹൽഖിയായ ഹർഫായ ഐൻ തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് ഉച്ചരിക്കുന്നു. ദാൽ നാവിൻ്റെ അഗ്രഭത്തിൻ്റെ മുകൾ ഭാഗവും മേലെ മുൻപല്ലും ചേർത്തുകൊണ്ട് ഉച്ചരിക്കുന്നു. ബിഅദാബിൻ മിൻ. അദാബിൻ എന്നതിലെ തൻവീനിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ബിഅദാബിൻ മിൻ ഇദ്ഗാം ബിഗുന്ന കാമിൽ. മിൻ ഖബ്ലിഹി സാക്കിനത്തായ നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ചു മണിച്ചുച്ചരിക്കണം, അവ്യക്തമാക്കി മണിക്കണം. മണിക്കലിൽ തഫ്ഖീം വേണ്ടതാണ്. കാരണം ശേഷമുള്ള അക്ഷരം ഖാഫായതുകൊണ്ട്. ഇസ്തിഅലാഇൻ്റെ തഫ്ഖീം ചെയ്തുച്ചരിക്കപ്പെടുന്ന 7 ഹർഫുകളിൽ ഒന്നാണ് ഖാഫ് എന്നതുകൊണ്ട് അതിന് തൊട്ടു മുമ്പിൽ വന്ന സാക്കിനത്തായ നൂനിനെ മണിക്കുമ്പോഴും തഫ്ഖീം നൽകണം. മിൻ ഖബ്ലിഹി എന്നുച്ചരിക്കുക. മിൻ ഖബ്ലി എന്ന് പറഞ്ഞാൽ ശരിയാവുകയില്ല. നൂനിന് തർഖീഖ് നൽകരുത്, മറിച്ച് മിൻ ഖബ്ലിഹി എന്ന് ഉച്ചരിക്കേണ്ടതാണ്. മണിക്കലിലും തഫ്ഖീം വേണം. പെരുപ്പിച്ച് ശബ്ദഭാരത്തോടെ ഉച്ചരിക്കണം. ഖബ്ലിഹി ബാഇൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കേണ്ടതാണ്. ഖബ്ലിഹി പദത്തിൻ്റെ അന്ത്യത്തിലുള്ള ഹൗദ്ദമീറിന് മദ്ദുസ്സിലത്ത് സുഗ്റ എന്ന 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രമുള്ള ദീർഘം നൽകും. വഖഫ് ചെയ്യുമ്പോൾ മിൻ ഖബ്ലി എന്ന ഹാഇന് സുക്കൂനാണ് നൽകപ്പെടുക. ലഖാലു ഇതിൽ ഖാഫിനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം നൽകേണ്ടതാണ്. തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കണം. ലഖാലു റബ്ബന ഈ പദത്തിൽ റാഇന് തഫ്ഖീമുണ്ട്. പൂർണ്ണമായ തഫ്ഖീം നൽകി റാഇനെ ഉച്ചരിക്കേണ്ടതാണ്. റബ്ബന ലൗലാ അർസൽത ഇതിൽ അലിഫിന് മദ് മുൻഫസിൽ ജായിസ് എന്ന
ദീർഘം നൽകണം. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. ലൗലാ അർസൽത, റാഇന് തഫ്ഖീമാണ്. എന്ന് പറയുമ്പോൾ തടിപ്പിച്ച് സ്വരഭാരത്തോടെ റാഇനെ ഉച്ചരിക്കണം. അർസൽത ഇലൈനാ റസൂല, വീണ്ടും റാ വരുന്നു, തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. ലൗലാ അർസൽത ഇലൈനാ റസൂലൻ ഫനത്തബിഅ, റസൂലൻ എന്നതിലെ തൻവീനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിച്ചുച്ചരിക്കുക. മണിക്കലിൽ തർക്കീഖാണ് വേണ്ടത്. കാരണം ശേഷമുള്ള അക്ഷരം ഇസ്തിഫാലിൻ്റെ തർക്കീഖ് ചെയ്ത് ഉച്ചരിക്കപ്പെടുന്ന ഫ ആകുന്നു എന്നതാണ്. റസൂലൻ ഫനത്തബിഅ ആയാതിക മിൻ ഖബ്ലി, ഇവിടെ വീണ്ടും സാക്കിനത്തായ നൂനും ശേഷം ഖാഫുമാണ്. ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിച്ചുച്ചരിക്കുക. ഖാഫിന് മുമ്പിലാണ് സാക്കിനത്തായ നൂൻ എന്ന കാരണത്താൽ തഫ്ഖീം നൽകുകയും വേണം. തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കണം. മിൻ ഖബ്ലിഹി, മിൻ ഖബ്ലി അൻ നദില്ല, മിൻ ഖബ്ലി അൻ നദില്ല. അൻ എന്നതിൽ സാക്കിനത്തായ നൂനുണ്ട്, ശേഷം ഹറക്കത്തുള്ള നൂനും. ഇവ രണ്ടിനെയും പരസ്പരം ലയിപ്പിച്ച് ഷദ്ദുള്ള ഒറ്റ നൂനാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഇദ്ഗാം ബിഗുന്ന കാമിൽ. അന്നദില്ല വനഖ്സ, വനഖ്സ. ഇതിൽ ഖാഇന് മാത്രമാണ് തഫ്ഖീം വരുന്നത്. തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഖാഇനെ ഉച്ചരിക്കണം. ഇസ്തിഅലാഇൻ്റെ ഹർഫാകുന്നു. ഇതുവരെ നാം സൂചിപ്പിച്ച തഫ്ഖീം ചെയ്ത് തടിപ്പിച്ച് ഉച്ചരിക്കേണ്ട എല്ലാ ഹർഫുകളും, ഇസ്തിഅലാഇൻ്റെ ഹർഫുകൾ, അതുപോലെ റാ, ഇവ ഒഴിച്ച് മറ്റെല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ്, നേർപ്പിച്ച് ഉച്ചരിക്കണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഖുൽ കുല്ലും മുതറബ്ബിസുൻ ഫതറബ്ബസൂ. ഖുൽ എന്ന് പറയുമ്പോൾ ഖാഫിന് നിസ്ബിയായ തഫ്ഖീം അഥവാ മൂന്നാമത്തെ ലെവലിലുള്ള തഫ്ഖീം ഖാഫിന് നൽകേണ്ടതാണ്. ഖുൽ ഇസ്തിഅലാഇൻ്റെ ഹർഫാകുന്നു ഖാഫ്. കുല്ലും മുതറബ്ബിസ്, തൻവീനിനെ മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. കുല്ലും മുതറബ്ബിസ്, റാഇന് തഫ്ഖീമുണ്ട്. മുതറബ്ബിസുൻ, ശേഷം സ്വാദിന് തഫ്ഖീമുണ്ട്, ദമ്മായതുകൊണ്ട് മൂന്നാമത്തെ ലെവലിലുള്ള തഫ്ഖീം. മുതറബ്ബിസുൻ, ആ തൻവീനിന്, സ്വാദിൻ്റെ തൻവീനിന് ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിച്ചുച്ചരിക്കുക. തർക്കീഖോടുകൂടിയുള്ള മണിക്കലാണ് വേണ്ടത്. ശേഷം ഫ ആണ്. ഫതറബ്ബസൂ, ഇതിൽ റാഇന് പൂർണ്ണമായ തഫ്ഖീം. വീണ്ടും ഫതറബ്ബസൂ, സ്വാദിന് നിസ്ബിയായ തഫ്ഖീം നൽകണം. ഇസ്തിഅലാഇൻ്റെ ഹർഫാകുന്നു. ഫസതഅലമൂന മൻ അസ്ഹാബ്, മൻ എന്നതിൽ സാക്കിനത്തായ നൂനുണ്ട്. അതിന് ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. അസ്ഹാബ്, സ്വാദിന് തഫ്ഖീം നൽകുക. നാലാമത്തെ ലെവലിലുള്ള നിസ്ബിയ തഫ്ഖീമാണ്. മൻ അസ്ഹാബു സിറാത്തി, അസ്സിറാത്ത്, ഈ പദത്തിൽ കസ്റുള്ള സ്വാദ് ഉണ്ട്. ഇതിന് ഏറ്റവും കുറഞ്ഞ തഫ്ഖീം നൽകണം. ശേഷം റാവും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫും, ഇവ രണ്ടിനും തഫ്ഖീമാണ്. വീണ്ടും ത്വാ വരുന്നു, അതിനും ചേർത്ത് വായിക്കുമ്പോൾ കസ്റാണ്. അസ്സിറാത്ത് എന്ന് വഖഫ് ചെയ്യുകയാണെങ്കിൽ ഖൽഖല കുബ്ര വരും, കൂടാതെ തഫ്ഖീം വരും. ചേർത്ത് വായിക്കുമ്പോൾ
കസ്ർ ഉച്ചരിക്കുമ്പോൾ കുറഞ്ഞ തഫ്ഖീം മാത്രമാണ് നൽകുക. അസ്സിറാത്തി അസ്സിറാത്തി അസ്സവിയ്യി വമനിഹ്തദ വമനിഹ്തദ വമൻ ഇഹ്തദ. സാക്കിനത്തായ 2 ഹർഫുകൾ അടുത്ത് വരുന്നു. വമൻ എന്ന നൂനിൻ്റെ സുക്കൂൻ, ഇഹ്തദ എന്നതിൽ ഹംസത്തുൽ വസ്ല് ഉച്ചാരണത്തിൽ നിന്നും പോകുമ്പോൾ ഉണ്ടാകുന്ന ഹാഇൻ്റെ സുക്കൂൻ. ഇങ്ങനെ ഇൽത്തിഖാഉ സാക്കിനൈൻ വരികയും അവ പരിഹരിക്കുവാനായി ആദ്യത്തെ സാക്കിനത്തായ നൂനിന് കസ്ർ നൽകി തഹ്രീക്ക് എന്ന പരിഹാരം സ്വീകരിച്ചുകൊണ്ട് വമനിഹ്തദ എന്ന് കൂട്ടി വായിക്കുകയുമാണ് വേണ്ടത്. ഇതുവരെ പറഞ്ഞ തഫ്ഖീം ചെയ്യേണ്ട, തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ ഒഴികെ മറ്റെല്ലാ ഹർഫുകൾക്കും തർക്കീഖാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആപേക്ഷികമായി കൂടുതൽ അക്ഷരങ്ങൾക്കും തർക്കീഖായിരിക്കും. ഇസ്തിഅലാഇൻ്റെ ഖുസ്സദഖ്തിൻ ഖിദ് ഖ സ്വാദ് ضاد ഗൈൻ ത ഖാഫ് വ ഈ 7 ഹർഫുകൾക്കാണ് ഹുറൂഫുൽ ഇസ്തിഅലാ എന്ന് പറയുക. ഇവ എപ്പോഴും തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ടവയാണ്. ഇവ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ പിൻവശം ഉയരുന്നത് കൊണ്ടാണ് ഇസ്തിഅലാ എന്ന സിഫത്ത് ഇവക്ക് നൽകപ്പെടുന്നത്. ഇവ ഉച്ചരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ തഫ്ഖീം നൽകപ്പെടുന്ന സന്ദർഭമാണ് ഫത്ഹ നൽകി ദീർഘിപ്പിക്കുമ്പോൾ. തൊട്ടുതാഴെ ഫത്ഹ മാത്രം നൽകി ഉച്ചരിക്കുമ്പോൾ 3ാമത്തെ ലെവലാണ്. ദമ്മ് നൽകുമ്പോൾ 4ാമത്തെ ലെവൽ സുക്കൂൻ നൽകുമ്പോൾ ഏറ്റവും കുറഞ്ഞ തഫ്ഖീം നൽകപ്പെടുന്ന അവസ്ഥയാണ് ഈ അക്ഷരങ്ങൾക്ക് കസ്ർ നൽകി ഉച്ചരിക്കുമ്പോൾ. ശേഷം റാഇൻ്റെ തഫ്ഖീമിനെ കുറിച്ചാണ് നാം മനസ്സിലാക്കേണ്ടത്. റാ, ഫത്ഹ്, ദമ്മ്, സുക്കൂൻ, ഫത്ഹ, ദമ്മ, മുൻകടന്ന സുക്കൂൻ തുടങ്ങിയ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലും അല്ലാതെ മറ്റു ചില സന്ദർഭങ്ങളിലുമൊക്കെ റാഇന് തഫ്ഖീം വരുന്നു. അല്ലാത്തപ്പോൾ തർക്കീഖായിരിക്കും. കസ്ർ മുൻകടന്ന സുക്കൂനോ അഥവാ അസ്ലിയായ സ്ഥിരപ്പെട്ട കസ്ർ മുൻകടന്ന സുക്കൂനോ ഒക്കെ വരുമ്പോൾ റാഇന് തർക്കീഖാണ്. കൂടാതെ മറ്റു ചില സന്ദർഭങ്ങളിലും തർക്കീഖുണ്ടാകും. വിശദമായി റാഇൻ്റെ തഫ്ഖീമും തർക്കീഖും വേർതിരിച്ച് മനസ്സിലാക്കി ശരിയായ വിധത്തിൽ പാരായണം ചെയ്യേണ്ടതാണ്. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. ولو أنا أهلكناهم بعذاب من قبله لقالوا ربنا لولا أرسلت إلينا رسولا فنتبع آياتك من قبل أن نذل ونخزى قل كل متربص فتربصوا فستعلمون من أصحاب الصراط السوي ومن اهتدى.